മനുഷ്യനാണ് മണ്ണിനടിയിലുള്ളത് എന്ന ഓർമ്മപ്പെടുത്തലോടെ തന്നെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം നമ്മൾ ആരംഭിക്കുകയാണ്. സിജു കണ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ് ഷിരൂരിൽ നിന്ന്, അങ്കോളയിൽ നിന്ന്. രാവിലെ അവിടെ എങ്ങനെയാണ് തെരച്ചിൽ മുന്നോട്ട് പോകുന്നത്? കാലാവസ്ഥ അനുകൂലമാണോ എന്നടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. സിജു, 7ാം ദിനവും നമ്മൾ കാത്തിരിക്കുകയാണ് അർജുന് വേണ്ടിയിട്ട്. സൈന്യമെത്തി ഇന്നലെ, പക്ഷേ ഇന്നലെയും പതിവ് പോലെ തന്നെയായിരുന്നു തെരച്ചിൽ കടന്നുപോയത്. ഒരു സർക്കാർ സംവിധാനം പോലെ രാവിലെ തുടങ്ങി വൈകിട്ട് അവസാനിക്കുന്ന രീതിയിൽ ഇന്നലെയും തെരച്ചിൽ അവസാനിപ്പിച്ച് കടന്നുപോയി. ഇന്നിപ്പോൾ കൂടുതൽ ആധുനിക ഉപകരണങ്ങളൊക്കെ എത്തിക്കുമെന്നാണ് സൈന്യം പറയുന്നത്. തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? കാലാവസ്ഥ എങ്ങനെയാണ് നിൽക്കുന്നത്? മനു, ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചിട്ടില്ല. കാലാവസ്ഥ പ്രതികൂലമാണ്. ഇന്നലെ രാത്രി ശക്തമായ മഴയായിരുന്നു പ്രദേശത്ത് ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെയും ഇവിടെ മഴ പെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ വൈകുന്നേരം കർണാടക സർക്കാർ ഈ ഭാഗത്ത് മണ്ണിടിഞ്ഞു മൂടിയ ഭാഗത്ത് ട്രക്കില്ലെന്ന തരത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. കർണാടക റവന്യൂ വകുപ്പ് മന്ത്രി കൃഷ്ണ ബൈരേഗൌഡയാണ് ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തിയിട്ട് കാര്യമില്ല എന്ന തരത്തിൽ വിവരം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ പ്രദേശവാസികൾ പറയുന്നത് ഇപ്പോഴും ആ പ്രദേശത്ത് കുറച്ച് അകത്തോട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ 2-3 വാഹനങ്ങൾ സാധാരണ നിലയിൽ പാർക്ക് ചെയ്തിട്ടുണ്ടാവാറുണ്ട് എന്നാണ്. ഇപ്പോൾ റോഡിന്റെ ഭാഗത്തുള്ള മണ്ണ് മാത്രമാണ് നീക്കം ചെയ്തത്. 90% മണ്ണ് നീക്കം ചെയ്തു എന്നായിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രിയുടെ വാദം. എന്നാൽ റോഡിലേക്കുള്ള മണ്ണ് മാത്രമാണ് നീക്കം ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സർക്കാരിന്റെ വാദവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ദൗത്യസംഘത്തിലെ അംഗങ്ങളും കേരളത്തിൽ നിന്ന് പോയ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ചിരുന്നു. സൈന്യത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും ഈ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടി തന്നെ ഇന്ന് തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സൈന്യം കൂടുതൽ ആഴത്തിൽ പരിശോധന നടത്തുന്നതിനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സൈന്യത്തിന്റെ കമാൻഡർ പറയുന്നത് ഈ പരിശോധനകൾ കൃത്യമായി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ സൈന്യം മടങ്ങൂ എന്നാണ്. ബൽഗാവിൽ നിന്ന് വന്ന 40-അംഗ സംഘത്തിന്റെ ഒരു സേവനം ഇന്നായിരിക്കും കൂടുതൽ കൃത്യമായി ലഭിക്കുക എന്നാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സന്ദർശനമടക്കം ഏറെ നേരം സ്ഥലത്ത് തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. അതോടൊപ്പം തന്നെ മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് മണ്ണുമാന്തി യന്ത്രങ്ങളായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. സൈന്യം പൂർണ്ണതോതിൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിരുന്നില്ല. ഇന്ന് സൈന്യത്തിന്റെ സേവനം കൂടുതൽ ലഭ്യമാകും. കൂടുതൽ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവരുടെ വാദം, കർണാടക സർക്കാർ പറയുന്ന വാദം ഇപ്പോഴും കുടുംബാംഗങ്ങളും വിശ്വസിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ലോറി ഉടമ മനാഫ് ഉൾപ്പെടെയുള്ള എനിക്ക് മനസ്സിലാകാത്തത് അതാണ്. ഈ കർണാടകം എന്തിനാണ് നമ്മളെ അടക്കമുള്ളവരെ, ബന്ധുക്കളെ അടക്കം ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അവർ പറയുന്നു അവിടുത്തെ 90% മണ്ണും നീക്കി കഴിഞ്ഞെന്ന്. പക്ഷേ അവിടെ നിൽക്കുമ്പോൾ സിജു അടക്കമുള്ള നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ കാണുന്നത് എന്താണ്? ആ റോഡിലെ മണ്ണ് മാത്രമാണ് നീക്കിയിരിക്കുന്നത്. ഈ സിഗ്നൽ കിട്ടിയെന്ന് പറയുന്ന പ്രദേശത്തെ മണ്ണ് നീക്കാൻ ഇനിയും ബാക്കിയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് കർണാടകയുടെ മന്ത്രി പ്രഖ്യാപിക്കുന്നത് ഈ മൺകൂനയ്ക്കടിയിൽ അർജുനില്ല, അവിടുത്തെ എല്ലാ മണ്ണും നീക്കിയിരിക്കുന്നുവെന്ന്. ഇവരെന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. അനാസ്ഥ അങ്ങനെ തുടരുന്നു, അതിനിടയിൽ ആളുകളെ പറ്റിക്കുന്ന ഇടപാടും. മനു, ഇവിടെ ഈ മൺകൂനക്കടിയിൽ ട്രക്കുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ എന്തായാലും ഈ ഭാഗത്ത് മണ്ണ് ഇനിയും നീക്കം ചെയ്യാനുണ്ട്. ഇപ്പോൾ അവർ പറയുന്നത് ഈ മലയുടെ ഭാഗമാണ് ഇത്, അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് മണ്ണ് കൂടുതൽ നീക്കം ചെയ്താൽ അപകടമുണ്ടാക്കും, അപകട സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ഒരു വാദമാണ് റവന്യൂ വകുപ്പ് മന്ത്രി കൃഷ്ണ ബൈരേഗൌഡ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ സൈന്യവുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ സൈന്യത്തിന്റെ കമാൻഡർ കഴിഞ്ഞ ദിവസം തെരച്ചിൽ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സൈന്യത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ദൗത്യസംഘത്തിലെ ആളുകളും പറയുന്നത് തെരച്ചിൽ തുടരുമെന്നാണ്. ഏതായാലും ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഈ ഭാഗത്തെ മണ്ണ് നീക്കം തന്നെ തുടരുമെന്നാണ്. മണ്ണ് നീക്കം ഇന്ന് ഏതാണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെന്ന രീതിയിൽ, പൂർണ്ണതോതിലല്ലെങ്കിലും ഈ ഭാഗത്തേക്ക് പൂർണ്ണമായും എത്താൻ കഴിയുമെന്ന നിലയിലാണ് കരുതുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഇതുമായി ബന്ധപ്പെട്ട് വരുമോ എന്നറിയില്ല. ഈ പ്രദേശത്തേക്ക് പോകുന്നതിൽ ഇന്നും നിലവിൽ രാവിലെ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോകാൻ അനുമതിയില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ തിരച്ചിൽ വളരെ പ്രധാനമാണ്. സൈന്യം കൂടുതൽ ഇടപെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഈ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അവർ പുഴയിൽ തെരച്ചിൽ നടത്തുന്നതിന്റെ ഒരു സാധ്യതയെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. പുഴയിൽ നേരത്തെ തന്നെ നാവികസേനയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിയതാണ്. ഇങ്ങനെയൊരു സംശയം വരുന്ന സാഹചര്യത്തിൽ NDRFന്റെ നേതൃത്വത്തിൽ ഈ ഭാഗത്ത് പരിശോധന നടത്തിയിരുന്നു. NDRF ഇന്നലെ വൈകുന്നേരം വരെ പരിശോധന നടത്തിയിരുന്നു. നേരത്തെ ഇവർ പറഞ്ഞത് ഈ ഭാഗത്ത് ലോറി ഉണ്ടാകാനുള്ള സാധ്യത
ഇല്ല എന്നാണ്. പക്ഷേ ഈ പുഴയിലേക്ക് വലിയ തോതിൽ കല്ലും മണ്ണും അടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അപകടം നടന്ന സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന ഒരു ടാങ്കർ ലോറി പുഴയിൽ നിന്നായിരുന്നു കണ്ടെടുത്തത്. അതോടൊപ്പം തന്നെ ഒരു കാറും കണ്ടെടുത്തത്. പുഴയിലേക്ക് വാഹനം പോയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള സാധ്യതകൾ നിലവിൽ അങ്ങനെ പൂർണ്ണതോതിൽ തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അല്ല സിജു, നമ്മൾ ഒരു സാധ്യതയും തള്ളുന്നില്ല. അത് എവിടെയാണെന്ന് വെച്ചാൽ തെരച്ചിൽ നടത്തട്ടെ, പുഴയിലാകട്ടെ ഇനി മൺകൂനക്കടിയിലാകട്ടെ, എവിടെയാണെന്ന് വെച്ചാൽ തെരച്ചിൽ നടത്തട്ടെ. നമ്മളെ സംബന്ധിച്ച് അർജുനെ കണ്ടെടുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അർജുൻ മാത്രമല്ല, അതിനടിയിൽ മറ്റാളുകളും ഉണ്ട് എന്ന സംശയങ്ങളൊക്കെ വരുന്നുണ്ട്. നിരവധി ആളുകൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, അവരും കുടുങ്ങി പോകാനുള്ള ഇടയുണ്ട് എന്ന സംശയങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് എവിടെയാണെന്ന് വെച്ചാൽ അവർ തെരച്ചിൽ നടത്തട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇന്നലെ വൈകുന്നേരം നമ്മൾ മനാഫൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. ഈ രക്ഷാപ്രവർത്തകർക്ക് എത്തിയ മനുഷ്യർക്ക് ഒരടിസ്ഥാന സൗകര്യങ്ങളും സംവിധാനങ്ങളും കർണാടക ചെയ്തു കൊടുക്കുന്നില്ല എന്ന്, ഭക്ഷണം പോലും അവർക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നു. പലർക്കും, ഇതാ നമ്മുടെ പ്രേക്ഷകരടക്കം ഇവിടെ പറയുന്നുണ്ട്, പലർക്കും പനിയുടെ ലക്ഷണമുണ്ട് എന്നൊക്കെ മനാഫ് പറഞ്ഞൊരു സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെയാണോ കണ്ടു ശീലിച്ചിട്ടുള്ളത്? ഒരു അപകടമുണ്ടായാൽ അതിനെ രക്ഷിക്കാൻ വരുന്നവർക്ക് നമ്മുടെ നാടൊക്കെ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുള്ളത്? എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളത്? ഒരു മനുഷ്യത്വം ഇല്ലാതായി പോയല്ലോ സിജു, പറയാതിരിക്കാൻ വയ്യ അവർക്ക്. മനു, കർണാടക സർക്കാർ ഇക്കാര്യത്തിൽ അവരുടെ അലംഭാവം തുടരുകയാണ് എന്ന് തന്നെയാണ്. ഇന്നലെ ശക്തമായ വിമർശനമാണ് ഈ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഉന്നയിച്ചത്. ഇന്നലെ സൈന്യത്തെ രാവിലെ എത്തിക്കുമെന്നാണ് ഇവിടെയുള്ള പ്രദേശത്തുള്ള SP അടക്കം ഈ സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞിരുന്നത്, അതോടൊപ്പം സർക്കാർ തലത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷെ സൈന്യം എത്തുമ്പോൾ 2:15 കഴിഞ്ഞു ഇന്നലെ ഉച്ചയ്ക്ക്. ഇങ്ങനെ കൃത്യമായും ഒരു കാര്യം ഇവർ പറയുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഔദ്യോഗികമായ ഒരു കാര്യം സ്ഥിരീകരിക്കുന്നില്ല, കൃത്യമായ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പോലും നൽകുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറായത്, കൃത്യമായി അധികൃതർ, വളരെ പ്രധാനപ്പെട്ട ആളുകൾ പ്രതികരിക്കാൻ തയ്യാറായത് ഇന്നലെയാണ്. റവന്യൂ വകുപ്പ് മന്ത്രി, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഥലത്തെത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ടതൊഴിച്ചാൽ അതിനു മുമ്പ് ഒരു പ്രതികരണം ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നില്ല. ഏതായാലും തെരച്ചിൽ തുടരുക എന്നുള്ളതാണ്. മനു പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ സാധ്യതകളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് പുഴയിലായാലും അതോടൊപ്പം തന്നെ കരയിലായാലും തെരച്ചിൽ തുടരുക എന്നുള്ളതാണ്.